പ്രവാചകൻ ഒരു ദിവസമുണ്ടല്ലോ, അള്ളാന്റെ റസൂല് അതാ ബിലാൽ തങ്ങളെ അടുത്തേക്ക് വിളിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ബിലാലേ ബിലാലേ, എനിക്ക് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് ബിലാൽ. അതുകൊണ്ട് ആരെങ്കിലും ഹജ്ജിന് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തയ്യാറെടുക്കാ പറ ബിലാല്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവേ ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ചെന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഹജ്ജിന് പോവുകയാണ്. പോകേണ്ടവരൊക്കെ തയ്യാറെടുക്കാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂലുണ്ടല്ലോ, 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. അള്ളാന്റെ റസൂല് 9 ഭാര്യമാരെയും വിളിക്കുകയാണ്. 9 ഭാര്യമാരെയും അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിക്കുകയാ. എന്നിട്ട് അള്ളാന്റെ റസൂല് പറയുന്നു, എല്ലാവരും തയ്യാറെടുത്തു, എല്ലാവരും ഹജ്ജിന് പോകാൻ തയ്യാറെടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജിനും ഉംറയ്ക്കും പോകേണ്ടത് ഒറ്റയ്ക്കല്ല, കറങ്ങാൻ പോകേണ്ടത് ഒറ്റയ്ക്കല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം എടുത്തു നോക്ക്. അള്ളാന്റെ റസൂല് എത്ര വലിയ കഠിനമായ യുദ്ധത്തിന് പോയാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ഭാര്യയെങ്കിലും കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഹജ്ജിനും ഉംറയ്ക്കും പോകേണ്ടത് ഒറ്റയ്ക്കല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് ഹജ്ജിന് പോകാൻ സമയത്ത് 9 ഭാര്യമുണ്ടായിരുന്നു. 9 പേരെയും അള്ളാന്റെ റസൂല് കൊണ്ടുപോയി. എന്റെ പ്രിയമുള്ളവരെ, കറങ്ങാൻ പോകുമ്പോ ഒറ്റയ്ക്കല്ല പോകേണ്ടത്. നമ്മളൊക്കെ അങ്ങനല്ലല്ലോ, എവിടെ പോയാലും ഒറ്റയ്ക്കാ പോകുന്നത്. പക്ഷേ അള്ളാന്റെ റസൂല് എത്ര വലിയ കഠിനമായ യുദ്ധത്തിന് പോയാലും ഒരു ഭാര്യയെങ്കിലും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പഠിച്ചോ, കറങ്ങാൻ പോകുമ്പോ ഒറ്റയ്ക്കല്ല പോകേണ്ടത്. നിന്റെ പെണ്ണിനെ കൊണ്ടുപോകണം, നിന്റെ ഭാര്യയെ കൊണ്ടുപോകണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യമാരെ കൂടെ കൊണ്ടുപോകണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 ഭാര്യമാരോടും തയ്യാറെടുക്കാൻ പറഞ്ഞു. അള്ളാഹു നമുക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോ ഒറ്റയ്ക്ക് പോകരുത്, തന്റെ ഭാര്യയും കൊണ്ടുപോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അടുത്ത് കോഴിക്കോട് ഭാഗത്ത് ഇവിടെ ഉള്ളൊരു ചെറുപ്പക്കാരൻ, നല്ല പൈസയൊക്കെ ഉണ്ട്. നിങ്ങൾ ചിരിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഭാര്യയെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോ നിങ്ങളിൽ പലരും ചിരിക്കുന്നു. ആ ചിരിയുടെ അർത്ഥം എനിക്കറിയാം. കോഴിക്കോട് ഭാഗത്തുള്ളൊരു ചെറുപ്പക്കാരൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഉസ്താദ്, ഈ വർഷം എന്റെ ഭാര്യ ഹജ്ജിന് പോകുന്നുണ്ട്, ഉസ്താദ് ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ? ഞാൻ അടുത്ത വർഷം പോകാം ഉസ്താദ്, ഞാൻ അടുത്ത വർഷം. ഈ മനുഷ്യന് നല്ല ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് പോകൂടെ? ഇല്ല, ഞാൻ അടുത്ത വർഷം പോകും. അപ്പൊ ഇങ്ങനെ ഇയാൾ ഒഴിഞ്ഞു മാറണുണ്ടപ്പോ എനിക്ക് തോന്നി, എന്താണെന്ന് അറിയണമല്ലോ കാരണം. ഞാൻ പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ആ മനുഷ്യൻ പറഞ്ഞു, ഉസ്താദ്, ഈ ഹജ്ജ് എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യല്ലേ? ഹജ്ജ് എന്നൊക്കെ പറയുന്നത് ഫർളായത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം. ഇവിടെ തന്നെ സഹിക്കാൻ വയ്യ, ഇവളെയും കൊണ്ട് ഇനി മക്കത്ത് പോയി അവിടെ പോയി കിടന്ന് അടി ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് ഓളി പ്രാവശ്യം പോയി ചെയ്തിട്ട് വരട്ടെ, ഞാൻ അടുത്ത വർഷം പോകാം. അല്ലാഹു അഅലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹജ്ജും ഉംറയ്ക്കൊക്കെ പോകുമ്പോ നമ്മുടെ ഭാര്യമാരെയും കൂടെ കൊണ്ടുപോകണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് എല്ലാവരും ഒടുങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവസാനം എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ യാത്ര തുടങ്ങി. 11 ദിവസത്തോളം യാത്ര ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും യാത്ര ചെയ്തു, മക്കത്ത് വന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു വാക്കു പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനെ മുഴുവനും വിളിച്ചിട്ട് പറഞ്ഞു, സഹാബ, എല്ലാവരും ഇൽമുകൾ, അറിവുകൾ, എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്, അമലുകൾ മുഴുവനും നല്ലതുപോലെ നോക്കി പഠിച്ചുകൊള്ളണം. അടുത്ത വർഷം ചിലപ്പോൾ ഇത് പഠിപ്പിക്കാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സ്വഹാബ, എല്ലാവരും നല്ലതുപോലെ അമലുകൾ നോക്കി പഠിക്കണേ. അടുത്ത വർഷം ഇത് പറഞ്ഞു തരാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ണെടുക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ണെടുക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൂമുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്തിനാ നീ ഇങ്ങനെ നോക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയ സഹാബി മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അങ്ങയുടെ വഫാത്ത് അടുത്തോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് കുതിരയുടെ മുകളിൽ ഇരുന്ന് കൊണ്ട് അമലുകൾ മുഴുവനും കാണിച്ചു കൊടുക്കുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയമുള്ളവരെ ഹജ്ജിന്റെ അമലുകളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാ. അവസാനം അറഫാ മൈതാനയിൽ ലക്ഷക്കണക്കിന് സഹാബാക്കളെ സാക്ഷി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പ്രസംഗം നടത്തുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് എല്ലാവരോടും അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പ്രസംഗം നടത്തി. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തോതുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തോതുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്തോതി കൊടുക്കുമ്പോ ഇസ്ലാം പരിപൂർണമായിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. സഹാബാക്കൾ മുഴുവനും തുള്ളിച്ചാടുകയാണ്. അറഫാ മൈതാനയിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവേ അവരെല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത പരിശുദ്ധമായ ദീൻ അത് പരിപൂർണമായെന്ന് പ്രവാചകന് പറയേണ്ട താമസം. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുകയാണ്. അവിടെയും മനസ്സിലായി, അബൂബക്കറിനും മനസ്സിലായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്ന് മഹാനായ അബൂബക്കർ തങ്ങൾക്കും മനസ്സിലായി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, എന്തിനാ അബൂബക്കറെ കരയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അബൂബക്കർ തങ്ങൾ പറയുകയാണ്, ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ല. ഇസ്ലാം പരിപൂർണമായി ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നതിന്റെ അടയാളമാണ് ഉമർ. രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ഈ കരയുന്ന രണ്ട് സഹാബാക്കളുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് ചിരിക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുന്നത് കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ് എന്തിനാ നബിയേ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അറഫ മൈതാനയിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചവന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിട്ട് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന എന്റെ അടിമകളെ കണ്ടിട്ട് ശൈത്താന് തലയിൽ തുണിയിട്ടിരുന്ന് കരയുന്നത് കണ്ടിട്ട് ചിരിച്ചതാ സഹാബ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം ഹജ്ജ് കഴിഞ്ഞിട്ട് മടങ്ങി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നു. സഫർ മാസം കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ബദരീങ്ങളെ കബറടക്കിയ അല്ലാഹുവിന്റെ റസൂൽ ഉഹദ് യുദ്ധത്തിൽ ശഹീദായ സഹാബത്തിനെ കബറടക്കിയ സ്ഥലത്തേക്ക് കടന്നു ചൊല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓരോ കബറിന്റെ ചാരത്ത് പോയി സലാം പറയുകയാ. ജീവിച്ചിരിക്കുന്നവരോട് സലാം പറയുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകന് ഉഹദിന്റെ രണാങ്കണത്തിൽ ശഹീദായ സഹാബാക്കളുണ്ടല്ലോ, എല്ലാവരുടെ കബറിന്റെ ചാരത്ത് ചെന്ന് സലാം പറയുകയാ. പ്രവാചകന് മടങ്ങി വന്നു.
വന്നു. അള്ളാന്റെ റസൂൽ അവസാനം എന്റെ പ്രിയമുള്ളവരെ സഫർ അവസാനമായപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് ജന്നത്തുൽ ബഖീലേക്ക് കടന്നു ചെല്ലുകയാ. അള്ളാഹുവേ, അള്ളാന്റെ റസൂലിന്റെ കുടുംബക്കാരുണ്ടല്ലോ, ഒരുപാട് സഹാബത്തുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാവരോടും യാത്ര പറയുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയമുള്ളവരെ വീട്ടിലേക്ക് കടന്നു വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ രോഗം പിടിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ 18 വയസ്സാണ് പ്രായം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തലയിൽ പിടിച്ചിങ്ങനെ കൈകൊണ്ട് അമർത്തിയിട്ട് പറയുന്നു, നബിയേ, വല്ലാത്ത തലവേദനയാ നബിയേ, തല പൊട്ടുന്നു നബിയേ, ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നുന്നു നബിയേ. അള്ളാന്റെ റസൂൽ ചിരിച്ചുകൊണ്ട് പറയുന്നു, ആയിഷ, നീ മരിച്ചു പോയാ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും ആയിഷ, നിന്നെ ഞാൻ കഫം പൊതിയും ആയിഷ, നിനക്ക് വേണ്ടി എന്റെ കൈ കൊണ്ട് ഞാൻ കബർ കുടിക്കും ആയിഷ, എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ നിന്നെ കബറടക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോ പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയെ സമാധാനിപ്പിക്കുകയാ. ആയിഷ ബീവി ഇത് പറയുന്നത് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, ഞാൻ അങ്ങനെയൊന്നും മരിക്കില്ല നബിയേ, ഞാൻ മരിച്ചാ മറ്റുള്ള ഭാര്യമാരുടെ കൂടെ പോകാനല്ലേ. അള്ളാന്റെ റസൂല് പുഞ്ചിരിക്കുകയാ. അള്ളാഹുവേ, നമസ്കാരം കഴിഞ്ഞ് അള്ളാന്റെ റസൂല് വൈകിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. ആ സമയത്ത് അള്ളാന്റെ റസൂല് ആയിഷയോട് പറയുന്നു, ആയിഷ, വല്ലാതെ തലവേദനിക്കുന്നു ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലവേദന എടുക്കുന്നു എന്ന് പറയുമ്പോ പ്രവാചകനെ ഇങ്ങനെ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ തല ഇങ്ങനെ തടകി കൊടുക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ആയിഷ, ഞാനെങ്ങാണം മരിച്ചു പോയാ നീ എന്തു ചെയ്യും ആയിഷ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ ഭാര്യ, മനസ്സുകൊണ്ട് തയ്യാറെടുക്കാറ് അള്ളാന്റെ റസൂല് ചുമ്മാതെയൊന്ന് ചോദിച്ചു, ആയിഷ, ഞാനെങ്ങാണമങ്ങ് മരിച്ചു പോയാ നീ എന്തു ചെയ്യും ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വായി ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ല നബിയേ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ല നബിയേ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല നബിയേ, പിന്നെ ആയിഷയില്ല നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് രോഗം തുടങ്ങുകയാണ്. അള്ളാന്റെ റസൂലിന് ഷഹീദിന്റെ കൂലിയാ, അള്ളാഹുവിന്റെ പ്രവാചകന് ഷഹീദിന്റെ കൂലിയാ. എന്റെ പ്രിയമുള്ളവരെ, യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുമ്പോ ഒരു യഹൂദിയായ പെണ്ണുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന് ഭക്ഷണം കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂലിനും സഹാബത്തിനും ആടിന്റെ കുറകല്ലിനകത്ത് അതാ ഇറച്ചി വിഷത്തിൽ മുക്കിയിട്ട് അത് പൊരിച്ചു കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുകയാ. അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള ഇറച്ചിയാണ്. പ്രവാചകൻ ആ വിഷമെടുത്ത് കഴിക്കുകയാണ്. ആ ഇറച്ചി എടുത്ത് കഴിച്ച് ഒരൽപ്പം അള്ളാന്റെ റസൂലിന്റെ വയറ്റിനുള്ളിലേക്ക് കടന്നു ചെന്നപ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബ, ആരും ഭക്ഷിക്കല്ലേ സഹാബ, ഇതിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ട് സഹാബ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് രോഗം വരാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം ഇതായിരുന്നു. പ്രവാചകന് പനി പിടിക്കുകയാണ്, ശരീരം വല്ലാതെ വേദനിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് രോഗം പിടിച്ച് കിടക്കുകയാ, എഴുന്നേക്കാൻ കഴിയുന്നില്ല. അള്ളാന്റെ റസൂലിന് എഴുന്നേക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രോഗം പിടിച്ച് കിടക്കുകയാണ്. ഒരു ദിവസം ബിലാൽ തങ്ങളെ ബാങ്ക് വിളിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ കവാടത്തിൽ വന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നമസ്കരിക്കാ സമയമായി നബിയേ, ഇഖാമത്ത് കൊടുക്കാ സമയമായി നബിയേ. സഹാബത്ത് മുഴുവനും വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ നമസ്കരിക്കാൻ വേണ്ടി വിളിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബിലാലേ, അകത്തേക്ക് വിളിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിനകത്തേക്ക് വിളിച്ചിട്ട് അവിടുന്ന് പറയുന്നു, ബിലാൽ, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ ബിലാൽ. ബിലാൽ റളിയല്ലാഹു തആല ന്റെ കണ്ണ് നിറയുകയാണ്. പടച്ചവര് പള്ളി വീടിനകത്ത് നിന്നിറങ്ങുമ്പോഴ് ബിലാൽ കരയുകയാ. ബിലാൽ റളിയല്ലാഹു തആല പൊട്ടിക്കരയുകയാണ്. സഹാബത്ത് ചോദിച്ചു, എന്തേ ബിലാലേ, എന്തേ ബിലാലേ? അല്ലാഹുവിന്റെ പ്രവാചകനെ നമസ്കരിക്കാൻ വരാൻ കഴിയുന്നില്ല, പ്രവാചകൻ എഴുന്നേക്കാൻ കഴിയുന്നില്ല, അബൂബക്കർ തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, സഹാബത്ത് മുഴുവനും പള്ളിക്കകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ, എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ. യാ റസൂലല്ലാഹ്, അങ്ങ് നിസ്കരിക്കാൻ പോകില്ലെന്ന് ബിലാൽ പറഞ്ഞപ്പോ സഹാബത്ത് കരയുന്ന ശബ്ദമാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ട് കൈയും ഉയർത്തിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, അല്ലാഹ്, എനിക്ക് അല്പമൊന്ന് ആഫിയത്ത് തരുവോ അല്ലാഹ്, എനിക്കൊന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് തരുവോ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന് ദുആ ചെയ്യുകയാ, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവര്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല മറ്റൊരു സഹാബിയെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ട് കൈയുമെടുത്ത് സഹാബത്തിന്റെ തോളിൽ വെച്ചിട്ട് വീടിനകത്ത് നിന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഇറങ്ങുകയാ. പ്രവാചകന്റെ കാല് രണ്ടും ഇങ്ങനെ തറയിൽ കിടന്ന് വലിയുകയാണ്. നടക്കാൻ കഴിയുന്നില്ല. കാലിങ്ങനെ തറയിൽ കിടന്ന് ഒരച്ചൊരച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പള്ളിക്കകത്തേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് തന്റെ സഹാബത്തിനോട് അവിടെന്ന് പറയുന്നു, സഹാബാ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനമായി തന്റെ സഹാബത്തിനോട് ഒരു പ്രസംഗം നടത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സഹാബത്തിനോടൊരു പ്രസംഗം നടത്തുകയാ. എന്നിട്ട് ചോദിക്കുന്നു, സഹാബാ, 23 വർഷക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചു. ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പൊരുത്തം ചോദിക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, പ്രവാചകന് സഹാബത്തിനോട് എല്ലാവരോടും പൊരുത്തം ചോദിച്ചു. എല്ലാവരും നിറകണ്ണുകളോടെ ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിനകത്തേക്ക് കടന്നു ചെന്നു. എന്റെ പ്രിയമുള്ളവര്, റബീഉൽ അവ്വൽ 11-ാം തീയതി കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയോ? വൈകുന്നേര സമയമായി വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ, എന്തേ വിളക്ക് കത്തിക്കാത്തത്, എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീബി റളിയല്ലാഹു തആല മിണ്ടാതെ മാറി നിൽക്കുകയാ. കാരണം വീടിനകത്ത് വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസം വിളക്കിലൊഴിക്കാനുള്ള എണ്ണയാ വീടിനകത്തില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല മിണ്ടാതെ മാറി നിൽക്കുകയാ. കുറേ സമയം കഴിഞ്ഞു. വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. അല്ലാഹുവിന്റെ റസൂല് പിന്നെയും ചോദിക്കുന്നു, ആയിഷ, വിളക്ക് കത്തിക്കാത്തതെന്തേ ആയിഷ?
ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് മരിക്കുന്നതിന്റെ തലേ ദിവസം വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണ പോലുമില്ലായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തിനാ പറഞ്ഞതെന്നറിയുമോ? എന്തിനാ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകര് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ അറിയുമോ? വയറ്റത്ത് കല്ല് വെച്ചിട്ട് പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടക്കുന്നത്? ഒന്ന് പറ നബിയേ. ഈ കാണുന്ന ഉഹദ് മല മുഴുവനും ഞാൻ സ്വർണമാക്കി തരാ നബിയേ. എവിടെ പോയാലും കൂടെ ഈ മല നടന്നു വരും നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ജിബ്രീലേ, എനിക്ക് സമ്പത്ത് വേണ്ട ജിബ്രീല്. എനിക്ക് പാപപ്പെട്ടവനെ പോലെ ജീവിക്കണം, എനിക്ക് പാപപ്പെട്ടവനെ പോലെ ജീവിക്കണം, എനിക്ക് പാപപ്പെട്ടവനെ പോലെ മരിക്കണം, എനിക്ക് നാളെ പാപപ്പെട്ടവരുടെ കൂടെ ഒരുമിച്ച് കൂടണം. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുക്കുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം പള്ളിയിലേക്ക് നടന്നു വരുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചലാ. രണ്ട് കുഞ്ഞുങ്ങൾ വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും വീടിനകത്ത് കിടന്ന് വല്ലാത്ത കരച്ചലാണ്. അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമോളോട് പറയുന്നു, മോളെ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ട് പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുകയാ. പക്ഷേ കരച്ചിലിങ്ങനെ കൂടുകയാണ്. രണ്ടാമതും വിളിച്ചു പറഞ്ഞു, മൂന്നാമതും വിളിച്ചു പറഞ്ഞു. എന്നിട്ടും തന്റെ കൊച്ചുമക്കളെ വീടിനകത്ത് കിടന്ന് കരയുന്ന ശബ്ദം കേട്ടപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടെ നിന്ന് തന്റെ പൊന്നുമകളോട് ചോദിക്കുന്നു, ഫാത്തിമ, ഇത്ര കരുണയില്ലാത്തവളായി പോയോ ഫാത്തിമ? ഈ രണ്ട് മക്കള് പട്ടിണി കിടന്ന് കരയുകയോ? നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ? നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളെ വഴക്ക് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വാപ്പ വഴക്ക് പറയുന്നത് കേട്ടപ്പോ ഫാത്തിമ ബീവി ഇരുന്ന് കരയുകയാണ്, തേങ്ങി തേങ്ങി കരയുകയാണ്. ആ കരച്ചിൽ കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ ഹൃദയം പിടഞ്ഞു പോയി. തന്റെ പൊന്നുമോളുടെ ചാരത്ത് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ, എന്തേ മോളെ ഈ മക്കൾക്ക് പാല് കൊടുക്കാത്തത്? എന്തേ പൊന്നുമോള്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ. എന്റെ രണ്ട് മക്കള് വിശന്നിട്ട് പാലിന് വേണ്ടി കരഞ്ഞപ്പോ ഞാൻ എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിൽ വെച്ച് കൊടുത്തു. അവര് പാല് ചുരത്തിയിട്ട് പാല് വരാതെ എന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പൊന്നുമോള് പറഞ്ഞു കൊടുക്കുകയാ, പാലിന് പകരം എന്റെ മാറിടത്തിലൂടെ രക്തം വരികയാണ്. റസൂലുള്ളാഹിന് സഹിക്കാൻ കഴിഞ്ഞില്ല. രണ്ട് പിഞ്ഞുങ്ങൾ, രണ്ട് പിഞ്ചുമക്കള് താഴെ കിടന്ന് കരയുകയോ. തന്റെ പൊന്നുമോള് മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുകയോ. അല്ലാഹുവിന്റെ റസൂലിന്റെ താടിരോമം നനയുകയാണ്. പ്രവാചകന് വീടിനകത്ത് നിന്നിറങ്ങുകയോ. തലവൊന്നുയർത്തിയത് പോലുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിനകത്ത് നിന്നിറങ്ങി നടക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, നടന്ന് നടന്ന് ഒരുപാട്
ഒരുപാട് ദൂരം അങ്ങ് നടക്കുകയോ. അവസാനം ഒരു ഈന്തപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. ഒരു അഅറാബിയായ മനുഷ്യന്റെ ഈന്തപ്പനത്തോട്ടപാട്. ആ അഅറാബിക്കറിയില്ല ഈ വരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മനുഷ്യാ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യൻ പറഞ്ഞു, ഈ കാടുന്ന ഈന്തപ്പന മരങ്ങളുണ്ടല്ലോ, ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് ഈ മരങ്ങൾ നനച്ചാ 3 കാരക്ക ഞാൻ കൂലി തരാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയം കയറമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ലോകത്തിന്റെ നേതാവ് വെള്ളം കോരുകയാ. എന്റെ പ്രിയമുള്ളവര്, വെള്ളം കോരിയിട്ട് ഈന്തപ്പന മരങ്ങളെ നനയ്ക്കുകയാണ്. രണ്ടാമതും വെള്ളം കോരി, മൂന്നാമതും വെള്ളം കോരി, നാലാമത് വെള്ളം കോരാ. തൊട്ടിയെടുത്ത് കിണറ്റിലേക്ക് ഇടുമ്പോ സുബ്ഹാനല്ലാഹ്, തൊട്ടിക്കിണറ്റിലേക്ക് വീണു പോവുകയാ. തൊട്ടിക്കിണറ്റിലേക്ക് വീണു പോവുകയാ. ആ അഅറാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തിലേക്ക് അടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. താഴെ വീണുപോയ തൊട്ടിയെടുക്കുകയാണ്. കിണറ്റിലേക്ക് വീണുപോയ തൊട്ടിയെടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് അവസാനം തൊട്ടിയെടുത്തിട്ട് അഅറാബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, മനുഷ്യാ, 3 തൊട്ടി വെള്ളം കോരിയല്ലോ, എന്റെ കൂലിയൊന്ന് തരുവോ, എന്റെ കൂലിയൊന്ന് തരുവോ? അഅറാബി 9 കാരക്കയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിക്കുന്ന മുഖത്തോട് 9 കാരക്കയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. പ്രവാചകൻ ഓടിച്ചെന്നിട്ട് 2 മക്കളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് അതാ കാരക്ക പൊളിച്ച് തന്റെ മക്കളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാ. അവരാർത്തിയോടുകൂടി അതിങ്ങനെ കടിച്ചു കൊണ്ടിരിക്കുകയാണ്. മാറിടത്തിലൂടെ പാലൊരു പരം രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നുമോളോട് അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, ഫാത്തിമ. ഇന്നാ പൊന്നുമോള് കാരക്കയെടുത്ത് അല്ലാഹുവിന്റെ റസൂല് കൊടുക്കുമ്പോ ഫാത്തിമ ബീവി നോക്കുമ്പോ വാപ്പയുടെ മുഖം ഇങ്ങനെ ചുമന്നു കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി ചോദിക്കുന്നു, വാപ്പാ, ആരാ നിങ്ങളെ തല്ലിയത്? അങ്ങയുടെ മുഖത്ത് പാട് കാണുന്നല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പ കൊടുത്ത കാരക്ക കയ്യിൽ വെച്ചിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, നോക്കൂ ഫാത്തിമ, നിന്റെ മക്കളുടെ സന്തോഷം കണ്ടോ ഫാത്തിമ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാരോടെല്ലാം പൊരുത്തം ചോദിക്കുകയാ. കൊച്ചുമക്കളോട്, തന്റെ മക്കളോട് എല്ലാവരോടും യാത്ര പറയുകയാണ്. അല്ലാഹുവേ, ആ സമയത്താണ് മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ഓടി വരുന്നത്. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ഓടി വരികയോ. തന്റെ പൊന്നുമോള് ഓടി വന്നിട്ട് വാപ്പാനെ കെട്ടിപ്പിടിച്ചിട്ടിരുന്ന് കരയുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകർ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചെവിയിലുണ്ടല്ലോ ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിനകത്തിരുന്ന് കരയുകയാണ്. തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ രണ്ടാമതും അടുത്ത് വിളിച്ചിട്ടൊരു രഹസ്യം പറയുകയാ. പക്ഷേ ആ സമയത്ത് ഫാത്തിമ വല്ലാതെ ചിരിക്കുകയാണ്. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വല്ലാതെ ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12ാമത്തെ ദിവസം കടന്നു വന്നു. സുബ്ഹി നമസ്കാരത്തിന് പള്ളിയിൽ ബാങ്ക് വിളിച്ചു. എല്ലാവരും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കൂടി. അല്ലാഹുവിന്റെ റസൂല് അതാ കിടന്ന കിടപ്പിൽ കടന്നുകൊണ്ട് പറയുന്നു, ആയിഷ, കർട്ടനൊന്നു മാറ്റാ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കർട്ടൻ മാറ്റുകയാ.
അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാ സഹാബത്തിനെയും നോക്കുകയാണ്, എല്ലാവരുടെ നിസ്കാരവും നോക്കുകയാണ്. അവസാനം തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, കർട്ടന് തിരിച്ചിടാ ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, വഫാത്തിന്റെ ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 12 വീടിനകത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല ഒരു സൈഡിലിരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ഒരു സൈഡിലിരുന്ന് കരയുകയോ. പ്രവാചകന് പെട്ടെന്ന് രോഗം കൂടിയിട്ട് റസൂലുള്ള തളർന്നു കിടക്കുകയാണ്. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ, വാതിലൊന്ന് തുറക്കുമോ? ആരോ സലാം പറയുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വിളിച്ചു പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ? എന്റെ വാപ്പയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, കുറെ സമയം കഴിയുമ്പോ രണ്ടാമതും സലാം കേൾക്കുകയാണ്. അപ്പോഴും ഫാത്തിമ ബീബി ഇതുപോലെ വിളിച്ചു പറയുകയാ. മൂന്നാമതും വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. വാതിൽ തുറക്കുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഫാത്തിമ, ആരാ ഫാത്തിമ, ആരാ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്ന് നോക്കിയിട്ട് അവിടെന്ന് പറയുന്നു, വാപ്പാ, കണ്ടിട്ട് പേടി തോന്നുന്നു ഉപ്പാ, ഈ മനുഷ്യനെ ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഉപ്പാ, ഈ നാട്ടുകാരനല്ല ഉപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വാതിൽ തുറക്കു ഫാത്തിമ, വാതിൽ തുറക്കു ഫാത്തിമ. ആരാ കടന്നു വന്നതെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാമെന്ന അസ്റായിലിനെ കണ്ടിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പോലും പേടിച്ചു പോവുകയാ. അസ്റായിൽ വീടിനകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അസ്റായിലേ, എന്നെ കാണാമെന്നതാണോ? എന്നെ കാണാമെന്നതാണോ? യാ റസൂലല്ലാഹ്, അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാമെന്നതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, അസ്റായിലേ, എനിക്കൊരാളെ കാണണം അസ്റായിൽ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്റായിൽ. എന്റെ പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഈ അവസാനം ഞാൻ യാത്ര പോകുന്ന സമയത്ത് എന്തേ ജിബ്രീലേ നീ എന്നെ യാത്രയാക്കാൻ വരാത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എനിക്ക് സന്തോഷത്തോടെ മരിക്കണം ജിബ്രീൽ, എനിക്ക് സമാധാനത്തോടെ മരിക്കണം ജിബ്രീൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുമോ ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാം അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. അങ്ങയുടെ സമുദായമുണ്ടല്ലോ, തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ്, തന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്നതിന് 1 മിനിറ്റ് മുമ്പെങ്ങാട് ചെയ്തു പോയ പാവങ്ങൾ അല്ലാഹുവോട് ഏറ്റു പറഞ്ഞ അല്ലാഹു അവന് പുറത്തു കൊടുക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ജിബ്രീലേ, റൂഹ് പിടിക്കാൻ തുടങ്ങിക്കോ, അസ്റായിലേ, റൂഹ് പിടിക്കാൻ തുടങ്ങിക്കോ. അസ്റായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വേദന സഹിക്കാൻ കഴിയുന്നില്ല, അല്ലാഹുവിന്റെ റസൂലിന് താങ്ങാൻ കഴിയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്റായീൽ?
എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അസ്റായീൽ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ട് താമസമുണ്ടല്ലോ. അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാരബിയേ, പ്രസവിച്ച് കിടന്ന ചോര കുഞ്ഞിന്റെ റൂഹ് പോല് എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് നബിയേ. പക്ഷേ ഇന്ന് വരെ വിറച്ചിട്ടില്ല നബിയേ, എന്റെ കൈ ഇന്ന് വരെ വിറച്ചിട്ടില്ല നബിയേ. യാ റസൂലല്ലാഹ്, ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇതിനേക്കാളും മയമായി എനിക്ക് റൂഹ് പിടിക്കാൻ അറിയില്ല നബിയേ. പൊട്ടിക്കരന്നുകൊണ്ട് അസ്റായീൽ റൂഹ് പിടിക്കുകയാ. അള്ളാന്റെ റസൂല് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് കണ്ടപ്പോ വേദന സഹിക്കാൻ കഴിയാതെ എഴുന്നേക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല ഓടി വന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ തലയെടുത്ത് തന്റെ മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് തന്റെ ഭർത്താവിന്റെ മുഖം തുടച്ചു കൊടുക്കുകയാ. അള്ളാന്റെ റസൂലിന് സഹിക്കാൻ കഴിയുന്നില്ല. സ്നേഹനിധിയായി തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുഖമിങ്ങനെ തുടച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ആ കിടപ്പിൽ കടന്നുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗതി ലസക്റാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ, തയ്യാറെടുക്കണേ ആയിഷ, ദുആ ചെയ്യണേ ആയിഷ. മരണസമയത്ത് റബ്ബ് നിന്നോട് കരുണ കാണിക്കാതെ നീ ദുആ ചെയ്യണേ ആയിഷ. അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, വേദന സഹിക്കാൻ കഴിയാതെ അള്ളാന്റെ റസൂല് എഴുന്നേറ്റ് ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാ. ആ സമയത്താണ് ഒരു സഹാബി, അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയോ. അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരുന്നിട്ട് ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാണ്. കാരണം ആ സഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആ 18 വയസ്സുകാരിക്ക് മനസ്സിലായി, എന്റെ ഭർത്താവിന് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടെന്ന്. പെങ്ങളെ, മിസ്വാക്ക് വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയോ. പക്ഷേ പ്രവാചകന്റെ കൈ ചലിക്കുന്നില്ല, സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല ആ മിസ്വാക്ക് എടുത്ത് തന്റെ പല്ലിൽ വെച്ച് ചവച്ചിട്ട് കുഞ്ഞുങ്ങളുടെ പല്ല് ഉമ്മ തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ ഭർത്താവിനെ ഇങ്ങനെ നെഞ്ചിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മഹദി ആയിഷ, അള്ളാഹുവിന്റെ പ്രവാചകന് പല്ല് തേച്ച് കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പല്ല് തേച്ച് കഴിഞ്ഞു, അരയുടെ ഭാഗം വരെ റൂഹെത്തി. ആ സമയമുണ്ടല്ലോ, അള്ളാന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് ഒരു സഹാബി കടന്നു വരികയോ. മഹാനായ ഉസാമ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വളർത്തു മകനായ ഉസാമ. ഉസാമ റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹിയുടെ കൈ ചലിക്കുകയാ. പല്ല് തേക്കാൻ പോലും ഉയരാത്ത കൈയുണ്ടല്ലോ. അള്ളാന്റെ റസൂലിന്റെ 2 കൈയും ഇങ്ങനെ ഉയരുകയാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകന് 2 കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് ചേർത്തിങ്ങനെ പിടിച്ചിട്ട് തന്റെ വളർത്തു മകനായ ഉസാമയോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. ഉസാമ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് ഉസാമ. പൊന്നുമോനെ, റബ്ബനോട് കരുണ കാണിക്കാ. അല്ലാഹു എന്റെ മരണവേദന കുറച്ചു തരാ, ഒന്ന് ദുആ ചെയ്യ് ഉസാമ. അള്ളാഹുവിന്റെ പ്രവാചകം പോലും പറഞ്ഞു പോയെങ്കിലോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മുടെ അവസാനം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട്
കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാ. ഒരു ദിവസം കോടാനുകൂടി അപരാധം ചെയ്യുന്ന എന്റെയും നിന്റെയും അവസ്ഥയൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? മയ്യത്ത് കുളിപ്പിക്കുന്നവരുണ്ടല്ലോ, കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയ മയ്യത്തുകൾ കാണാമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. റബ്ബിനോട് ദുആ ചെയ്യടേ. അല്ലാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗതി ലസക്റാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. പടച്ചുറപ്പേ, കരുണയുള്ള അല്ലാ, ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേ അല്ലാ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ, ഞങ്ങളോട് നീ ദയ കാണിക്കണേ അല്ലാ. കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മരിക്കുന്നവരെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലോ. ഈ മജ്ലിസ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാം, ഒന്നാമതായിട്ട് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മലമൂത്ര വിസർജനം. ഏത് മൃഗത്തെയും അറുത്തിടുമ്പോൾ എല്ലാ മൃഗങ്ങളും കൈകാലടിച്ചിട്ടാ മരിക്കണേ. കോഴിയാണെങ്കിലും ആടാണെങ്കിലും പോത്താണെങ്കിലും ഏത് ജീവിയെ നമ്മൾ അറുക്കുമ്പോൾ അത് കയ്യും കാലും തലയൊക്കെ ഇട്ട് അടിച്ചിട്ടാ മരിക്കണം. മനുഷ്യൻ മാത്രം അങ്ങനെ അടിക്കാറില്ല. മനുഷ്യൻ മാത്രം മരിക്കണം. അടുത്ത് നിൽക്കുന്നവൻ പോലും അറിയില്ല ഈ മനുഷ്യൻ മരിക്കാന്ന്. എന്തെന്നറിയോ? കയ്യും കാലും ഇട്ട് അടിക്കാത്ത എന്തെന്നറിയോ? അല്ലാഹുവേ, ഹദീസിന്റെ കിതാബുകളിൽ കാണാം 500 മലക്കുകൾ. അല്ലാഹുവേ, 250 മലക്കുകൾ വലതു ഭാഗത്ത്, 250 മലക്കുകൾ ഇടതു ഭാഗത്ത്, 500 മലക്കുകൾ റൂഹ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ 500 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ച് വെച്ചു കൊടുക്കണമെങ്കിൽ എത്ര വേദനയായിരിക്കും. അള്ളാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. അള്ളാഹുവെ, പടച്ചവനെ, സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ പടച്ചവനെ. സംഘാടകർ ബക്കറ്റ് എടുത്തോ, ബക്കറ്റില്ലേ, ബക്കറ്റ് പിരിവില്ലേ, ഒരു നല്ല സദക്ക. അള്ളാഹുവെ, പടച്ചവനെ, എനിക്കൊരു നല്ല മരണം തരണമെന്നുള്ള ഒറ്റ നീയത്തോടൊരു സദക്ക എല്ലാവരും. ഇത് ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് പിരിവൊന്നും ഇല്ലേ? ഉണ്ടോ? ഇത് പെട്ടെന്നെടുത്ത് എല്ലാവരും പോക്കറ്റ് കയറ്റിട്ട് ഒരു നല്ല സദക്ക. ഞാൻ നിർത്തുകയാ. ഒരു നല്ല സദക്ക എല്ലാവരും പോക്കറ്റിൽ കൈയിട്. അല്ലാഹു കബൂലാക്കട്ടെ. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റഹ്മത്തുള്ളാഹി അല്ലാഹ്, കരുണയുള്ള അല്ലാ, പടച്ചവനെ, ഈ സദക്ക കൊടുക്കുന്ന എല്ലാവർക്കും നീ ഒരു നല്ല മരണം കൊടുക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, മരണവേദന സഹിക്കാൻ കഴിയാതെ കിടപ്പിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. മരിക്കുന്ന സമയം സ്വർഗത്തിന്റെ ചിത്രം കണ്ട് വെള്ളിയാഴ്ച രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ദിവസം ഇവിടുന്ന് പോകണം. ഇവിടുന്ന് ഒരു ദിവസം എന്തായാലും പോകണം. ആ പോകുന്ന യാത്ര നന്നാക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണവേദന കുറച്ച് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ, നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്കും. നല്ല മരണം അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകട്ടെ. അല്ലാഹു നൽകട്ടെ. 4 കാര്യം ആരുടെ ജീവിതത്തിലുണ്ടോ അവൻ അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യം ആരുടെ ജീവിതത്തിലുണ്ടോ അവന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോ, നമ്മുടെ ശത്രു ഉണ്ടല്ലോ അല്ലേ, നമ്മളിപ്പോ ഞാൻ മരിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ മയ്യത്ത് കാണാൻ വരും. വീടിന്റെ വെളിയിൽ വന്ന് വരിവരിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും പറയും, കയ്യിലിരിപ്പ് കൊണ്ട ചെറുപ്രായത്തിലേ പോയി അല്ലേ.
ഇവിടെ മയ്യത്ത് കാണാൻ വരുമ്പോ പോലും വീടിന്റെ വെളിയിൽ നിന്ന് നമ്മുടെ ഇറച്ചി തിന്നുന്നവരുണ്ടാവും. മയ്യത്ത് കണ്ടിട്ട് കസേര എടുത്തിട്ടിട്ട് അകത്തൊരു ചെറുപ്പക്കാരന്റെ ജനാസ കിടക്കുന്നു, വീടിന്റെ വെളിയിലിരുന്ന് പച്ച ഇറച്ചി തിന്നുന്ന ആൾക്കാരുണ്ട്. എന്റെ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാ, നീ മരിച്ചെന്ന് കേൾക്കുമ്പോ നിന്റെ ശത്രു വരും. അവൻ വന്നിട്ട് വീടിനകത്ത് വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന തുണി ഇങ്ങനെ ഉയർത്തിയിട്ട് അവൻ പോലും അത്ഭുതപ്പെടണം, ഇതെന്താപ്പാ മരണം. ഇറങ്ങി പോകുന്ന സമയത്ത് അവൻ അള്ളാഹിനോട് പറയണം, അള്ളാഹുവേ എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ എന്ന് ദുആ ചെയ്യണം. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. 4 കാര്യമാരുടെ ജീവിതത്തിലുണ്ടോ അവന്റെ മരണം നല്ല മരണമായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിർത്താറായോ? 11 മണിയായ 10:45. ഇൻഷാ അല്ലാഹ് 4 കാര്യമൊന്നും പറയാൻ പറ്റൂല, ഒരെണ്ണമെങ്കിലും പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാ. ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? നിർത്താറായ? ദുആ ചെയ്യണോ? സന്തോഷം. കാരണം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യ ഇവിടെ വന്നിരിക്കുക. ഇനി ഇതുങ്ങളെ കൊണ്ട് വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ ചങ്ങനാശ്ശേരിക്ക് പോകണം. ഡ്രൈവർമാരൊന്നുമില്ല, ഒറ്റയ്ക്ക് തന്നെ പോകേണ്ട അവസ്ഥയാ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരിക്കും. ഉസ്താദ് ഒരു 4 കാര്യത്തിൽ ഒരെണ്ണമെങ്കിലും പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈവക്കിക്ക്. 4 പറയും. ഇങ്ങനെയാണേ പറയും. പക്ഷെ അതെനിക്കാണെങ്ങനെ നിന്ന് പഴത് പറയുന്ന ഞാൻ നല്ലത്. ഇരിക്കുമ്പോ എല്ലായിടത്തും വേദന, അവിടെ ഇവിടെയൊക്കെ വേദന. അള്ളാഹ് നമുക്കൊക്കെ പോകാൻ സമയമായി. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണം എത്തി എന്ന് മനസ്സിലാക്കിയിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹു ഭാഗ്യം തരട്ടെ. മരണം എത്തി എന്ന് മനസ്സിലാക്കിയിട്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് മരിക്കണം. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ മനുഷ്യന്മാരെ? ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ വല്ല വഴിയുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഒരു മനുഷ്യൻ വേണ്ട, നിനക്ക് നിന്റെ കാര്യം തന്നെ. ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ വല്ല അടയാളം ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഇല്ല? ഉണ്ടോ? ഇല്ലേ? 3 അടയാളമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ. ഒരു മനുഷ്യന്റെ മരണം അടുത്തിട്ടുണ്ടോ എന്നറിയാൻ 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ. ഒരു 3 അടയാളം പറഞ്ഞു തരട്ടെ. നീ വേറെ ആരെയും നോക്കണ്ട, നിനക്ക് പോകാൻ. ഈ പറയുന്ന 3 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇന്ന് നന്നായിക്കൊള്ളണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അത് നന്നാവൂലേ? ഒറ്റ അടയാളം, ഈ പറയുന്ന 3 എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ കൂട്ടിക്കോ, നീ എപ്പോ വേണമെങ്കിലും പോകാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ഇന്ന് വയല് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാം. ഇന്ന് വയല് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് നേരെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കണം. എന്താ അപ്പൊ അവിടെ ബഹളം? സ്ഥാന അത് ഈ പറയുന്ന അടയാളം വല്ലതും ഉണ്ടോ നോക്കാം അവിടെ ഇരുന്ന്. എന്നിട്ട് പേപ്പറും പേനയൊക്കെ ചിരിക്കണ്ട, പഠിച്ചോ. ഇന്ന് വയല് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കണം. എന്നും ഗ്ലാമറല്ലേ നോക്കണേ? എന്നും പോയിട്ട് സുന്ദരനാണോ, അങ്ങനാണോ ഇങ്ങനാണോ എന്നൊക്കെ നോക്കും നമ്മളൊക്കെ. പക്ഷെ ഇന്ന് വയല് കഴിഞ്ഞ് പോയിട്ട് സൗന്ദര്യം ഒന്നും നോക്കരുത്. കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് നല്ലതുപോലെ ഈ തലയിലിട്ടിരിക്കുന്ന തൊപ്പിയും തോർത്തും ഷാളൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. കണ്ണാടിയിൽ ഇങ്ങനെ നോക്കണം. ഈ മുടിയിലും ഈ താടിയിലും ബയാലു ശഅരിക ബഅദ സവാദിഹി, ഈ കറുത്ത മുടികൾക്കിടയിൽ എവിടെയെങ്ങാണം ഒരു വെളുത്ത രോമം കണ്ട വാപ്പ നിനക്ക് സമയം അടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ തലയിലെയോ താടിയിലെയോ കറുത്ത രോമത്തിന്റെ ഇടയിലെങ്ങാണം ഒരു വെളുത്ത രോമം കണ്ട ഇന്ന് നന്നായിക്കോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ വെളുക്കാന്നുമില്ല അല്ലേ? വെളുക്കാന്നുമില്ല. വെളുത്ത വാപ്പമാര് താടിക്ക് വെളുത്ത് പടച്ചനെ അല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുടി നരയ്ക്കുന്നത് മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രായമുള്ള വാപ്പമാര് വരെ ക്ലീൻ ഷേവ അല്ലേ? ക്ലീൻ ഷേവ. 50 വയസ്സായിട്ട് നന്നാകാത്തവനെ പിന്നെ അള്ളാഹു നന്നാക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പഠിച്ചൊറ്റ ഹദീസ്. 50-55 വയസ്സായിട്ട് നന്നാകാത്തത് വീട്ടിൽ കണ്ടിട്ടില്ലേ? എല്ലാം നരച്ചു. ടിവിയുടെ മുന്നിൽ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുക. ഒരു സുബ്ഹാനല്ലാഹ് പോലും ആ മനുഷ്യൻ പറയൂല. ഒരു സുബ്ഹാനല്ലാഹ് പോലും. മക്കള് പറയാറുണ്ട്, എന്റെ ഉപ്പ എന്തപ്പ ഇങ്ങനെ ആയിപ്പോയെന്ന്. മോനെ, 55 വയസ്സ് കഴിഞ്ഞിട്ട് നന്നാകാത്ത വാപ്പ പിന്നെ അള്ളാഹു നിന്നെ നന്നാക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം നീ നന്നാകാൻ അള്ളാഹ് ഒരുപാട് ആഗ്രഹിച്ചു. നീ ആരോഗ്യത്തോടെ കൂടെ നടന്നപ്പോ അള്ളാഹ് വിചാരിച്ചു, പടച്ചോനെ ഇവനൊന്നും പള്ളി കയറിയിരുന്നെങ്കിൽ
ഒരു വക്കത്തെങ്കിലും നിസ്കരിച്ചിരുന്നെങ്കിൽ അള്ളാഹു എത്ര സന്തോഷം. അള്ളാഹ് ഒരുപാട് ആഗ്രഹിച്ചു. അന്നൊന്നും നീ കയറിയില്ല, നട്ടല് ഒടിഞ്ഞിട്ട് കിടന്ന് മലമൂത്ര വിസർജനം നടത്തി വീട്ടിൽ കിടക്ക. ഭാര്യ ആഗ്രഹിക്കുന്ന ഇയാളൊന്നും തീരുന്നില്ലല്ലോ, മക്കള് ദുആ ചെയ്യണം, വാപ്പ ഒന്ന് പോണേ അള്ളാഹ്. ആ സമയത്ത് പറയുക, ഒന്ന് നേരെ ആയിരുന്നെങ്കിൽ പള്ളിയിൽ പോകായിരുന്നെന്ന്. അന്ന് അള്ളാഹ് നിന്നെ തിരിഞ്ഞു നോക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ശരീരത്തിലെ ഏതെങ്കിലും രോമം നരച്ചിട്ടുണ്ടോ, നന്നായി കൊള്ളണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. രണ്ട് നിത്യമായിട്ടുള്ള രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, BP, തൈറോയ്ഡ്, എണ്ണാൻ തുടങ്ങിയ എണ്ണാൻ മാത്രമേ സമയം കാണൂ. രാത്രി ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വാരിയിട്ട് ഒരു പിടി അൽഹംദുലില്ലാ ടാബ്ലറ്റ് കഴിക്കുന്നു. രോഗങ്ങൾ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3, പഴയതുപോലെ ഓടാനും ചാടാനും ഇരിക്കാനൊന്നും വയ്യ. പള്ളി വന്നിട്ട് കസേരയിലിരുന്ന നമസ്കാരം, കുനിയാൻ വയ്യ, നടുവേദന, ജോയിന്റുകൾക്കൊക്കെ വല്ലാത്ത വേദന, നെഞ്ച് വിരിച്ച് നടന്നവൻ വളഞ്ഞു തുടങ്ങി, കൂനു വന്നു തുടങ്ങി, തൊലിയൊക്കെ പഴയ ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. അത് മരണത്തിന്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. ഈ പറഞ്ഞ 3 അടയാളത്തിൽ ഒരെണ്ണമെങ്കിലും ഈ സദസ്സിരിക്കണം നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, നമ്മളിൽ 98% ആൾക്കാർക്കും വന്നു കഴിഞ്ഞു. അള്ളാഹു നന്നാവാൻ ഭാഗ്യം തരട്ടെ. ഞാൻ ഇന്നലെ വഅദിന് വരുമ്പോൾ നോക്കിയപ്പോൾ ഒരു മുടി നരച്ചിരിക്കണം എൻ്റെ താടിയിൽ. എനിക്കും സമയമായി. അള്ളാഹു തയ്യാറെടുക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2% ആൾക്കാർക്ക് വന്നിട്ടില്ല. ചെറുപ്പക്കാരിരുന്ന് ചിരിക്കണ, അളിയാ എനിക്ക് സമയമായില്ലടാ. 3 ഇല്ല, ഈ 3 അടയാളം എനിക്ക് വന്നിട്ടില്ല. എടാ മനുഷ്യ, അതിനർത്ഥം മരണം എത്തിയെന്നല്ല. ചിലപ്പോ ഇത് 3ഉം വേണ്ട, ഒറ്റയടിക്ക് പോകും. ചിലപ്പോ ഈ 3 അടയാളവും വേണ്ട, ഒറ്റയടിക്ക് അങ്ങ് പോകും. അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥയെ തൊട്ട് കാക്കട്ടെ. അള്ളാഹു അങ്ങനെയുള്ള യാത്രയെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4 കാര്യങ്ങൾ ആര് ജീവിതത്തിൽ ചെയ്യുന്നു അവൻ അള്ളാഹു നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? 1 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നല്ല മരണം വേണോ ചെറുപ്പക്കാരാ? നല്ല മരണം വേണോ ഉപ്പാ? വെള്ളിയാഴ്ച രാവിലെ എത്രയോ പേരുടെ ജനാസ കൊണ്ട് നീ പോയി കബറടക്കിയവനാണ്. പക്ഷേ നിനക്കതുപോലെയൊന്ന് പോകണ്ടേ? മയ്യത്ത് കണ്ടിട്ടിറങ്ങി വരുമ്പോ പറയും, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ, അവന്റെ മുഖത്തെ ചിരി കണ്ടോ? വല്ലവന്റെ ജനാസ കണ്ടിട്ട് വരുമ്പോ പറഞ്ഞാ പോരാ, നിനക്കും അതുപോലെയൊന്ന് പോകണ്ടേ വാപ്പാ? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നല്ല മരണം വേണോ പൊന്നുമോളെ? നല്ല മരണം വേണോ പൊന്നുമോള്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്ത്, എന്റെ പ്രിയമുള്ളവരെ, റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാ. അല്ലാഹുവേ, സഹാബത്ത് ഇങ്ങനെ ചെവി കൊണ്ടുവന്ന് റസൂലുള്ളാഹിയുടെ ചുണ്ടിലേക്ക് ചേർത്ത് വെക്കുമ്പോ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് റൂഹ് ഇങ്ങനെ പിടിക്കുന്ന സമയത്തും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഏതെന്നറിയുമോ? 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ, 5 നേരത്തെ നിസ്കാരം നീ മറക്കല്ലേ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട്, ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, ഇന്നത്തെ ദിവസം 5 നേരം കൃത്യമായി നിസ്കരിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നിൽക്കുകയോ. പടച്ചവര്, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നിൽക്കുമ്പോ അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ കിടന്നു വരികയോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ രൂപം കണ്ടിട്ട് പേടിച്ച് വിറയ്ക്കുകയോ. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറഞ്ഞു പോയി, ശരീരം തളർന്നു പോയി. കാരണം കണ്ണിലൂടെ തീപന്തം പോലെ തീ ഇങ്ങനെ വരികയാണ്. പടച്ചവരെ, അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, അസ്റായീൽ, നിനക്കൊന്ന് ചിരിച്ചുകൂടെ
അസ്റായീൽ, നിനക്കൊന്ന് നല്ല വസ്ത്രം ധരിച്ചുകൂടെ അസ്റായീൽ? ഈ കിടക്കുന്നത് കാഫിറല്ലല്ലോ, ഈ കിടക്കുന്നത് ഒരു കാഫിറല്ലല്ലോ, ഒരു മുസ്ലിമാണല്ലോ അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ ചിരിക്കൂല നബിയേ, ഞാൻ നല്ല വസ്ത്രം ധരിക്കൂല നബിയേ, ഇവനോട് ഞാൻ കരുണ കാണിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, കാരണമെന്തേ അസ്റായീൽ ഇവനോട് കരുണ കാണിക്കാത്തതിന്റെ കാരണമെന്തോ? അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ ദിവസത്തെ കുറിച്ച് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തതാ, ഈ ദിവസത്തെ കുറിച്ച് ഇവനോട് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്തതാ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഇന്നത്തെ ദിവസം 5 നേരം അസ്റായീൽ നിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്, മരണത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, നിന്റെ മരണത്തിന്റെ സമയത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. കാണണോ ചെറുപ്പക്കാരാ, അസ്റായീൽ റൂഹ് പിടിക്കാൻ മാത്രമല്ലടാ വരുന്നത്. നിനക്ക് അസ്റായീലിനെ കാണണോ? ആർക്കെങ്കിലും അസ്റായീലിനെ കാണണോ? പൊന്നുമോനെ, നാളെ രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകണോ? ഇന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങി. അല്ലാഹുവേ, നാളെ രാവിലെ സുബഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് പള്ളിയുടെ വെളിയിലുള്ള പൈപ്പിൽ നിന്ന് ഉളുവെടുത്തിട്ട് പള്ളിയുടെ വാതിലുണ്ടല്ലോ, പള്ളിയുടെ വാതിലുണ്ടല്ലോ, വലത് കാലെടുത്ത് നാളെ പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് വലത് കാലെടുത്ത് പള്ളിയിൽ വെക്കുമ്പോ വലത് ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ചിരിക്കുന്ന മുഖത്തോട് നല്ല വസ്ത്രങ്ങൾ ധരിച്ചു നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന അതേ രൂപത്തില് അസ്റായീൽ പള്ളിയുടെ കവാടത്തിൽ നിൽക്കുന്നുണ്ട്. പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അസ്റായീൽ പറയുന്നു, ചെറുപ്പക്കാരാ, നിലനിർത്തണേ പൊന്നുമോര്, നിലനിർത്തണേ പൊന്നുമോര്, എങ്കിലും മരിക്കുന്ന സമയത്ത് എന്നെ നിനക്കിതുപോലെ കാണാമെന്ന് ഓരോ ദിവസവും 5 പ്രാവശ്യം അസ്റായീൽ പറയുകയോ. നിസ്കരിക്കാത്തവരോടും പറയുന്നുണ്ട്, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നവളോട് പറയുന്നുണ്ട്, അവളുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, വെള്ളിയാഴ്ച രാവായിട്ട് പോലും മഗ്രിബ് നിസ്കരിക്കാതെ നീരുന്ന് അഹങ്കരിച്ചോ പൊന്നുമോള്, ഒരു ദിവസം ഞാൻ വരുമടി, അന്നെന്നെ കണ്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മൃഗങ്ങളെ ചാകുന്നത് പോലെ നിനക്ക് ചാകേണ്ടി വരുമെന്ന് ഇന്ന് അസ്റായീൽ വന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു പോവുകയോ. അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതുപോലെ ഞാൻ ഇവന് പറഞ്ഞു കൊടുത്തു നബിയേ, അനുസരിച്ചില്ല നബിയേ, അനുസരിച്ചില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് പേടിച്ച് കരഞ്ഞുകൊണ്ട് വീടിനകത്ത് നിന്നിറങ്ങുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ഭാഗത്ത് നിന്നിറങ്ങുകയാണ്. വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ അസ്റായീൽ, അസ്റായീലേ, ആരുടെയെങ്കിലും റൂഹ് പിടിക്കുന്ന സമയത്ത് നീ ഒന്ന് ചിരിക്കുമോ അസ്റായീൽ? നീ കരുണ കാണിക്കുമോ അസ്റായീൽ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ അസ്റായീലിന്റെ മുഖം പാടുകയാ, അസ്റായീലിന്റെ കണ്ണ് നിറയുകയാ. യാ റസൂലല്ലാഹ്, എനിക്കൊരു കൂട്ടുകാരനുണ്ട് നബിയേ, എന്റെ കൂട്ടുകാരന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ഇസ്രായേലിനൊരു കൂട്ടുകാരനുണ്ട്, അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികതി തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, ഇന്ന് രാത്രിയാണ് നീ മരിക്കുന്നതെങ്കിൽ അസ്റായീൽ വരുന്നത് എങ്ങനെയെന്നറിയുമോ? വെള്ള വസ്ത്രം ധരിച്ചിട്ട് അതാ അസ്റായീൽ നിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, അസ്സലാമു അലൈക യാ വലി അല്ലാഹ്,
സലാം പറഞ്ഞിട്ട് കടന്നു വരികയോ, സലാം പറഞ്ഞിട്ട് കടന്നു വരികയോ. പടച്ചവരെ, റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. എന്റെ പ്രിയമുള്ള വാപ്പാ, ചെറുപ്പക്കാര് പള്ളിയിൽ പോകാത്ത കാലത്ത് വീട്ടിൽ കിടക്കുന്ന നിന്റെ മക്കളെ പോലും പള്ളിയിൽ പോകാതിരിക്കുമ്പോ നിന്റെ ചാരത്തൊരു പുതപ്പിന്റെ കീഴിൽ കിടന്ന ഭാര്യ പോലും എഴുന്നേറ്റ് നിസ്കരിക്കാത്ത സമയത്ത് രോഗം പിടിച്ച നീ എഴുന്നേറ്റ് വേച്ച് വേച്ച് പടന്ന് പള്ളിയിൽ പോയി നിസ്കരിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നു? അല്ല നിനക്ക് തരുന്ന പ്രതിഫലമറിയുമോ? അല്ല നിനക്ക് തരുന്ന പ്രതിഫലമറിയുമോ? എന്റെ പ്രിയമുള്ള വാപ്പാ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്തേക്ക് ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ. ആ കിടക്കുന്ന മനുഷ്യന്റെ മരിച്ചുപോയ വാപ്പയുടെ രൂപത്തില്, ഉമ്മയുടെ രൂപത്തില് കയ്യിലെ വെള്ളവും പിടിച്ചുകൊണ്ട് ഇടത് സൈഡിലേക്ക് കടന്നു വന്നിട്ട് ഈ പ്രപഞ്ചത്തിലെ വെള്ളം മുഴുവനും കുടിച്ചാലും ദാഹം തീരാത്ത സമയമല്ലോ. ആ സമയത്ത് വെള്ളം കൊണ്ടുവന്ന് ചുണ്ടിന്റെ ഭാഗത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് ശപിക്കപ്പെട്ടവന് പറയുന്നു, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയല്ലേ പൊന്നുമോര്. നിന്റെ വാപ്പയാ പറയുന്നത്, നിന്റെ ഉമ്മയാ പറയുന്നത്. ശപിക്കപ്പെട്ട ശൈത്താൻ നമ്മളെ ചതിക്കാൻ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്തേ പ്രതിഫലമെന്നറിയുമോ? നിസ്കരിച്ചവന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ആ സമയത്ത് വലത് ഭാഗത്ത് നിന്നുകൊണ്ട് അസ്റായിൽ എന്ന മലക്ക് നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് പിടിക്കാൻ കൈയെടുക്കുന്നതിന് മുമ്പ് അവിടുന്ന് പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്റായിൽ പറഞ്ഞു തരികയാ, അസ്റായിൽ പറഞ്ഞു തരികയാ. റൂഹ് പിടിക്കുന്നതിന് മുമ്പ് വാപ്പാ, നീ എവിടെ കിടന്ന് മരിക്കട്ടെ, നീ മരിക്കുമ്പോ നിന്റെ കൂടെ ആരില്ലെങ്കിലും നീ പേടിക്കണ്ട. നിന്റെ മക്കളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നില്ലെങ്കിൽ, നിന്റെ ഭാര്യ പറഞ്ഞു തന്നില്ലെങ്കിൽ, നിന്റെ കൂടപ്പിറപ്പ് പറഞ്ഞു തന്നില്ലെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നത്? അസ്റായിൽ പറഞ്ഞു തരും, പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയടാ. ഇത് പറഞ്ഞാലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഞാൻ ആരെന്നറിയുമോ? ദുനിയാവിലെയും ആഖിറത്തിലെയും നിന്റെ കൂട്ടുകാരനാ. ഓരോ ദിവസവും 5 നേരം നിന്നെ കെട്ടിപ്പിടിച്ച കൂട്ടുകാരനാടടാ. പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അസ്റായിൽ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.